നമസ്കാരം. എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോൺ ഇന്ന് നമ്മുടെ ജീവന്റെ ഒരു ഭാഗമായിരിക്കുന്നു. ഒരാളെ അടയാളപ്പെടുത്തുന്നത് അയാളുടെ ഒപ്പായിരുന്നത് മാറി മൊബൈൽ നമ്പറായി മാറിക്കഴിഞ്ഞു. സാമ്പത്തിക ഇടപാടുകളിൽ, ആധാറിൽ, റേഷൻ കാർഡിൽ, വാഹനം വാങ്ങുമ്പോൾ, വീട് വാങ്ങുമ്പോഴെല്ലാം നമ്മുടെ ഐഡന്റിറ്റി ഇന്ന് മൊബൈൽ നമ്പറാണ്. ബാങ്ക് ഇടപാടുകളിലാകട്ടെ മൊബൈൽ നമ്പർ ഇല്ലാതെ മറ്റൊരു പരിപാടിയുമില്ല. എന്നാൽ ഈ മൊബൈൽ നമ്പർ വെച്ച് തന്നെ നമ്മോട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കൂട്ടർ കൂടിയുണ്ട്. അവരാണ് സൈബർ കുറ്റവാളികൾ. നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ കൂട്ടർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? സൈബർ ക്രൈം തടയുന്നതിനായി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും റിസർവ് ബാങ്കും പുതിയ സുരക്ഷാ നടപടികൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. വിശദ വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. സൈബർ ക്രൈം തടയുന്നതിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും റിസർവ് ബാങ്കും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും പോലീസും ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റും എല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് മൊബൈൽ നമ്പർ റിവോക്കേഷൻ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നീണ്ടകാലം ഉപയോഗിക്കാത്ത നമ്പറുകൾ, കള്ള അക്കൗണ്ടുകളിൽ ഉപയോഗിച്ച നമ്പറുകൾ, ഇതെല്ലാം ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബാങ്കുകൾ ഈ നമ്പർ നിരീക്ഷിക്കുകയും ഉപയോക്താക്കളെ അറിയിക്കാതെയും അക്കൗണ്ടിൽ നിന്ന് നമ്പറുകൾ മാറ്റുകയും ചെയ്യുകയാണ്. നീണ്ടകാലം ഉപയോഗിക്കാത്തതോ കള്ള നമ്പറെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോ, നമ്പർ എടുത്തയാളുടെ വിലാസവും മറ്റു വിവരങ്ങളും ശരിയല്ലാത്തതോ, കുറച്ചു നാളായി റീചാർജ് ചെയ്യാത്തതോ, സൈബർ ക്രൈം അധികാരികൾ റിപ്പോർട്ട് ചെയ്യുന്നതോ, സാങ്കേതിക വിദ്യാ സേവന ദാതാവിന്റെ വിശകലനത്തിൽ ശരിയല്ലെന്ന് കണ്ടെത്തിയതോ ആയ മൊബൈൽ നമ്പറുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ബാങ്കുകളുടെ ഡേറ്റാബേസിൽ ഈ നമ്പറുകൾ ഉണ്ടെങ്കിൽ അവ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ അവിടെ നിന്ന് മാറ്റാനും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, സ്മോൾ ബിസിനസ് ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, ലോക്കൽ ഏരിയ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, സ്റ്റേറ്റ് സഹകരണ ബാങ്കുകൾ, ജില്ലാ സഹകരണ ബാങ്കുകൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ തുടങ്ങി പണമിടപാട് നടത്തുന്ന എല്ലാവരോടും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ നിർദ്ദേശമനുസരിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിൽ കൊടുത്തിരിക്കുന്ന അസാധുവാക്കിയ മൊബൈൽ നമ്പറുകൾ ബാങ്കുകൾ പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ആവശ്യമെന്ന് കണ്ടാൽ അക്കൗണ്ടിൽ നിന്ന് മാറ്റുകയും ചെയ്യും. ഡേറ്റാബേസിൽ നിന്നും, അതായത് ഇടപാടുകാരുടെ അക്കൗണ്ടിൽ നിന്നും ഈ വിധം മൊബൈൽ നമ്പർ മാറ്റുകയാണെങ്കിൽ അക്കാര്യം ബാങ്കുകൾ ഇടപാടുകാരെ അറിയിക്കുകയും ചെയ്യും. അറിയിപ്പുകൾ ലഭിക്കുമ്പോൾ ഇടപാടുകാർക്ക് തങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വിവരങ്ങൾ, രേഖകൾ, അപേക്ഷകൾ എന്നിവ നൽകി പുതിയ നമ്പർ ചേർക്കുകയോ പഴയ നമ്പർ പുനഃസ്ഥാപിക്കുകയോ ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക എന്ന് ഓരോ ബാങ്കും ആലോചിച്ച് തീരുമാനിക്കുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും വേണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി മുതൽ ബാങ്കുകൾ നിങ്ങളെ വിളിക്കുന്നത് 1600 എന്ന് തുടങ്ങുന്ന നമ്പറിൽ നിന്നും മാത്രമായിരിക്കും. മാർക്കറ്റിംഗ് കോളുകൾ 140 എന്ന് തുടങ്ങുന്ന നമ്പറുകളിൽ നിന്നും ആയിരിക്കും. ഈ നമ്പറുകളിൽ നിന്നല്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾക്ക് ബാങ്ക് എന്ന് കരുതി മറുപടി പറയാൻ നിൽക്കരുത്. ഈ തീരുമാനങ്ങൾ 2025 മാർച്ച് 31 മുമ്പ് ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും പൂർണ്ണമായും നടപ്പിലാക്കേണ്ടതാണ് എന്നാണ് നിർദ്ദേശം. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇനി നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. അതിനാൽ അതിനെ സുരക്ഷിതമായി സൂക്ഷിക്കുക. ഫിഷിംഗ് കോൾസ്, OTP ചതികൾ, സംശയകരമായ ലിങ്കുകൾ, ഇതെല്ലാം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, വലിയൊരു ഭീഷണി കൂടിയാണ്. ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും സൈബർ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്ററിയിപ്പുകളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.